പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത് ഇഷ്ടമുള്ളവരെ പ്രശംസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ഇഷ്ടമില്ലാത്തവരെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതാണല്ലോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രബോധനവും നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ പ്രഭാഷണങ്ങളും നമ്മുടെ സമ്മേളനങ്ങളും ഇഷ്ടമുള്ളവരെ പ്രശംസിക്കാനും ഇഷ്ടമില്ലാത്തവരെ വിമർശിക്കാനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു. ഞാൻ ആരെയും പ്രത്യേകമായിട്ട് കുറ്റപ്പെടുത്തുകയല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുകയാണ്. ഇഷ്ടമുള്ളവരങ്ങനെ പ്രശംസിച്ച് ആകാശത്ത് കുത്തുകൊണ്ടേ വെക്കും, ഇഷ്ടമില്ലാത്തതിനെ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് ചവിട്ടി താത്താൻ ശ്രമിക്കും. അതാണ് ഇപ്പം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രബോധനം എന്ന് പറഞ്ഞാൽ അതായി മാറിയിരിക്കുന്നു. ഇതിൽ നമ്മളെ തന്നെ തിരുത്തേണ്ടതുണ്ട്. നമ്മളോട് തന്നെ നമ്മൾ കാണിക്കുന്ന ഈ ആത്മവഞ്ചന, പ്രബോധനത്തിൻ്റെ മാർഗത്തിലുള്ള ആത്മവഞ്ചന, നമ്മളത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമയങ്ങളും നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ സമ്പത്തും പ്രബോധത്തിൻ്റെ പേരിലുള്ള ആത്മവഞ്ചനയിലേക്ക് നമ്മളിങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു തിരുത്താൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ അരങ്ങാടുന്നുണ്ടല്ലോ. ഒരു കാര്യം ഞാൻ നിങ്ങളെല്ലാവരും ഓർമ്മിക്കുവാൻ ശ്രമിക്കുകയാണ്. നമ്മളെല്ലാവരും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ് എന്നുള്ളതാണ്. അത് നമ്മൾ മറന്നു പോകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അകരുന്നത് തർക്കുമ്പോഴും സമ്മേളനങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുമ്പോഴും സമൂഹം എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി ഉണ്ട്, അത് കേൾക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സമൂഹം നമ്മുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്നുണ്ട്. നമ്മളത് മറന്നു പോവുകയാണ്. നമ്മളെല്ലാ ഓഡിറ്റിനും അതീതരാണെന്ന് ചിന്തിക്കുന്നു. പക്ഷെ സമൂഹം നമ്മെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുന്നുണ്ട്. ആ സമൂഹത്തെ ഒരിക്കലും തന്നെ നമുക്ക് അവരെ കബളിപ്പിക്കുവാൻ സാധിക്കുകയില്ല. നമ്മളത് തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ പോകുമ്പോൾ സമൂഹത്തിന് മുമ്പിൽ അത് അരോചകമായി തോന്നും. നമുക്ക് വിചാരിക്കും എല്ലാവർക്കും നമ്മളിങ്ങനെ അരങ്ങ് തകർക്കുമ്പോൾ എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുന്ന സമൂഹം പലപ്പോഴും അവർക്ക് ഇതൊക്കെ അരോചകമായിട്ടാണ് തോന്നുന്നത്. നമ്മളതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ഉത്ബോധനങ്ങളും നമ്മുടെ വാദങ്ങളും പ്രതിവാദങ്ങളും ഇതൊക്കെ സമൂഹത്തിന് അരോചകമായി തോന്നുന്നു. വാസ്തവത്തിൽ അങ്ങനെയല്ല വേണ്ടത്. സമൂഹത്തിന് സ്വീകാര്യമാകുന്ന രീതിയിൽ നമ്മുടെ പ്രബോധനം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ വാദങ്ങൾ, നമ്മുടെ പ്രതിവാദങ്ങൾ സമൂഹത്തിന് സ്വീകാര്യമാകുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിക്കണം. അതിന് കാരണം അത് അപ്പോൾ സത്യസന്ധമായിരിക്കും.